നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഐറ്റത്തിന് എങ്ങനെ മൾട്ടി യൂണിറ്റ് സെറ്റ് ചെയ്യാമെന്ന് കുറിച്ച് നോക്കാം. മൾട്ടി യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബോക്സും പീസും എങ്ങനെ ആഡ് ചെയ്യാനെ കുറിച്ച് സെറ്റ് ചെയ്യാം. നമ്മൾ അതിനു വേണ്ടി പ്രൊഡക്റ്റ് മാസ്റ്റർ ക്ലിക്ക് ചെയ്യുക. പ്രൊഡക്റ്റ് മാസ്റ്ററിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഐറ്റം സെലക്ട് ചെയ്ത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് വെച്ചാൽ നമ്മളിവിടെ നമ്പേഴ്സാണ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിന് നമുക്ക് പീസാക്കാം. പീസസ് നമുക്ക് ഫസ്റ്റ് യൂണിറ്റ് വരുന്നത് പീസസ് ആണ്. നമുക്കിനി സെക്കൻഡ് യൂണിറ്റ് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് കുറിച്ച് നോക്കാം. അതിനുവേണ്ടി നമ്മൾ മൾട്ടി യൂണിറ്റ് പറഞ്ഞ ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഇതുപോലത്തെ ഒരു വിൻഡോ നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇവിടെ ന്യൂ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഐറ്റത്തിൻ്റെ ഒരു കോഡും ഒരു പേരും ക്രിയേറ്റ് ആവുന്നതായിരിക്കും. നമുക്ക് വേണ്ട യൂണിറ്റ് ക്വാണ്ടിറ്റി, ഒരു ബോക്സിൻ്റെ അകത്ത് നമുക്ക് എത്ര പീസ് ഇവിടെ ഉണ്ടാവുന്നുള്ളത്, ഒരു 10 ആണെന്നുണ്ടെങ്കിൽ 10. നമുക്കിവിടെ യൂണിറ്റ് മെഷർമെൻറ്റ് ബോക്സ് 10 പീസിൻ്റെ ഒരു ബോക്സ്. നമുക്ക് റൈറ്റുകൾ കൊടുക്കാവുന്നതാണ്. അപ്പോൾ 10 പീസിന് എത്ര ബോക്സിൻ്റെ റൈറ്റ് വരുന്നതെന്ന് നോക്കാം. 1500. നിങ്ങൾ 5 തരം പ്രൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ മാർക്കറ്റ് MRP എന്താണെന്നുള്ളത് കൊടുക്കുക. നമ്മൾ നേരത്തെ സിംഗിൾ ഐറ്റത്തിന് കൊടുത്ത പോലെ ലോവസ്റ്റ് പ്രൈസും സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ് നിങ്ങൾക്ക് വെയിറ്റ് വേണം മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാവുന്നതാണ്. സിംഗിൾ ഐറ്റത്തിന് കൊടുത്ത പോലെ തന്നെ പർച്ചേസ് പ്രൈസ് ഇവിടെയും 1100 രൂപയാണ് ഞാനിപ്പോൾ കോസ്റ്റായിട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ നേരത്തെ കൊടുത്ത ഓപ്പണിംഗ് LC ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് യൂസ് ചെയ്താൽ മതി. ROL നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ROL. അപ്പോൾ നമുക്ക് ബോക്സിനും ROL സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇത്രയും കാര്യങ്ങൾ കൊടുത്ത് നമുക്കിവിടെ സേവ് ബട്ടൺ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കിവിടെ ഈ പ്രൊഡക്റ്റിൻ്റെ അകത്ത് മൾട്ടി യൂണിറ്റ് ആക്റ്റീവ് ആവുന്നതായിരിക്കും.